3 ലക്ഷം 4 ലക്ഷം രൂപ ഒരു ബെൻസ് കിട്ടും. അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കുറെ പേര് കളഞ്ഞ് ഉപേക്ഷിക്കുന്ന ലെവൽ വരും. ഒരു സീനുണ്ട്, എലി കറണ്ട് ഫുള്ള് വയറിംഗ് കിറ്റ് ആകെ കംപ്ലൈന്റ് ആയെന്ന് പറഞ്ഞു. നമ്മളെ താറടിച്ച അതേ അവസ്ഥ, കയ്യിലും പോയി. V6 ഡീസൽ എഞ്ചിൻ കേട്ടോ, വണ്ടി പറക്കും. അപ്പോൾ നമ്മുടെ 15 ദിവസത്തെ ഒരു ചലഞ്ചിങ് പ്രൊജക്റ്റ് ആയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുന്ന ടൈമിൽ നമുക്ക് ഉറപ്പുണ്ടായിരുന്ന 15 ദിവസം കൊണ്ട് ഇറക്കും. കാരണം രാജേഷ് ബ്രോ എനിക്ക് പേഴ്സണലി അറിയാം, പുള്ളി ഇറക്കുമെന്ന് പറഞ്ഞ് ഇറക്കുമെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് ടെൻഷനായിപ്പോയി. കാരണം വണ്ടി ഇവിടെ കൊണ്ടിട്ട് 2 ദിവസം അല്ലെങ്കിൽ അന്നാന്ന് തോന്നുന്നു നിങ്ങൾ എന്നെ വിളിച്ചല്ലേ? അതെ, 2 ദിവസം കണ്ട് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, ജോജി ബ്രോ ഒരു സീനുണ്ട്, എലി കറണ്ട് ഫുള്ള് വയറിംഗ് കിറ്റ് ആകെ കംപ്ലൈൻ്റ് ആയെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു, രാജേഷ് ബ്രോ അങ്ങനെയാണെങ്കിൽ നമുക്ക് വയറിംഗ് കിറ്റ് അങ്ങ് മാറിയില്ല. ഞാൻ പറഞ്ഞു, ബ്രോ മൊത്തത്തിൽ വയറിംഗ് കിറ്റ് മാറി വരുമ്പോഴത്തേക്ക് നല്ലൊരു എമൗണ്ട് ആവും, ഇതാവുമ്പോൾ നമുക്ക് കുത്തിയിരുന്ന് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പുള്ളി രാവും പകലും ഇല്ലാതെ ഇതിൻ്റെ പുറവിന്. നിങ്ങൾ എത്ര ദിവസം ഇരുന്നു ഇതിൻ്റെ പുറവിന്? ഈ നിമിഷം വരെ ഞാൻ ഇത്ര ഡെഡിക്കേഷൻ ഉള്ളൊരു മനുഷ്യനെ ഞാൻ പൊക്കി പറയുന്നതല്ല, അല്ലെങ്കിൽ പുള്ളിയെ നിർത്തിക്കൊണ്ട് പുള്ളിക്ക് പ്രൊമോഷൻ ചെയ്ത് കൊടുക്കുന്ന ഒന്നുമല്ല. ഞാൻ അങ്ങനെ ഒരു പ്രൊമോഷൻ വേണ്ടി വീഡിയോ ചെയ്യുന്ന ഒരാളുമല്ല. പക്ഷേ പുള്ളി അത്ര ഡെഡിക്കേഷൻ ഉള്ളൊരു വ്യക്തിയാണ്. കാരണം വണ്ടി എടുത്ത അന്ന് തന്നെ പുള്ളി ഇതിൻ്റെ പാർട്സ് എല്ലാം അഴിച്ചു. അതായത് ഞങ്ങൾ എടുത്തപ്പോൾ തന്നെ ഒരു ടൈമായി, വൈകിട്ടായി. പുള്ളി ഏകദേശം അന്ന് വീട്ടിൽ പോയത് 3 മണി 4 മണിക്ക് കണ്ടല്ലേ? അതെ. ആ ടൈമിൽ എനിക്ക് മെസ്സേജ് അയച്ചു, ബ്രോ ഇപ്പോഴാണ് വർക്ക് കഴിഞ്ഞതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്ര ഡെഡിക്കേഷൻ ഉള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇപ്പോൾ കംപ്ലൈൻ്റ് ആയിട്ട് പഴയ വിൻറ്റേജ് ആയാലും ക്ലാസിക് ആണെങ്കിലും ഏത് വണ്ടിയാണെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ട് മാറ്റി ഇരുത്തേക്കുന്നത്. ഇപ്പം രാജേഷ് ബ്രോ ആണെങ്കിൽ ഏകദേശം ഒരു 10-12 വർഷത്തെ എക്സ്പീരിയൻസ് ബെൻസിലുണ്ട്. അവിടെ രാജശ്രീ എവിടെ? അല്ല, എനിക്ക് 2 സ്ഥലത്തായിട്ടാണ്. ഞാൻ ഒന്ന് ടയോട്ടയിലുണ്ടായിരുന്നു, ബെൻസിലുണ്ടായിരുന്നു. അവിടെ ഒരു 10-12 വർഷത്തെ എക്സ്പീരിയൻസ് അവിടെ തന്നെ ഉണ്ട്. അപ്പം മെയിൻ ആയിട്ടും പുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബെൻസിലാണ്. ബെൻസിന്റെ ഏത് പണിയും ഏത് വർക്കും പുള്ളി എടുത്ത്, കാരണം എനിക്ക് കുറച്ച് വീഡിയോസ് ഇറക്കിയ വണ്ടിയുടെ കാര്യങ്ങളെല്ലാം കാണിച്ചു തന്നതിൻ്റെ പുറത്താണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ വെറുതെ അല്ല പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും പുള്ളിയെ കോൺടാക്ട് ചെയ്തോളൂ. ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ മെൻഷൻ ചെയ്തു. അപ്പോൾ ഇവിടെ സ്ഥലം ഇവിടെ കറക്റ്റ് വരുന്നത് പൗടിക്കോണം. നമ്മുടെ ട്രിവാൻഡ്രത്താണ്, ശ്രീകാര്യത്തിന്റെ അടുത്താണ് പൗടിക്കോണം എന്ന് പറയുന്ന സ്ഥലമാണ് അല്ലേ? അത്ര ശരി. അപ്പം ഇതിന്റെ വർക്ക് ഫുള്ള് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. പുള്ളി ഇതിൻ്റെ അകത്ത് കുറെ കഷ്ടപ്പെട്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊണ് ഉറക്കമില്ലാതെ 15 നമ്മളൊരു വാക്ക് പറഞ്ഞു, 15 ദിവസം എന്നുള്ളൊരു വാക്ക് പറഞ്ഞ് അതിൻ്റെ പുറത്ത് കറക്റ്റ് 15ാമത്തെ ദിവസം നമ്മൾ വണ്ടി ഇറക്കിയിരിക്കുകയാണ്. നിങ്ങളോട് ഏകദേശം നമുക്ക് 4 ദിവസം ബ്രേക്കിന് വേണ്ടി മാത്രം നഷ്ടപ്പെട്ടു. അതായിരുന്നു കേട്ടോ നമ്മൾ 15 ദിവസം എടുത്തത്. 15 ദിവസം ഇല്ല. വേറൊരു കാര്യം പറയാം, ഈ എന്നോട് പുള്ളി പറഞ്ഞു, രാജേഷ് ബ്രോ പറഞ്ഞു, ബ്രോ 15 ദിവസവും നിങ്ങൾ പറഞ്ഞു, പക്ഷേ 15 ദിവസമൊന്നും ആവത്തില്ലായിരുന്നു. മുമ്പ് നമ്മൾ വണ്ടി ഇറക്കുമെന്ന് പറഞ്ഞാണ്. പക്ഷേ ഇങ്ങനൊരു സീൻ ഇതിൻ്റെ അകത്തുള്ള ഈ ബ്രേക്കിന്റെ വിഷയം വന്നുകൊണ്ടാണ് നമ്മൾ പെട്ടു. കാര്യം റാഡ് ബൈറ്റും നമ്മൾ ക്ലിയർ ചെയ്തു, പക്ഷെ ഒട്ടും പെടലില്ലാത്ത അവസ്ഥ, വണ്ടി നിൽക്കത്തില്ല എന്നുള്ള കളി നിന്നത്. അതായത് അതിന്റെ ABR യൂണിറ്റ് സ്റ്റക്ക് ആയിരുന്നു, കുറെ നാളോ എടുക്കാണ്ടിരുന്ന സ്റ്റക്ക് ആയിരുന്നു. അതിന് നമുക്ക് സ്കാനർ വെച്ച് ആക്ച്വേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളത് മെക്കാനിക്കലി നമ്മുടെ രീതിക്ക് തന്നെ അതിനെ ആക്ച്വേറ്റ് ആക്കി എടുത്തു, ആ രീതിയിലാക്കിയിട്ടുണ്ട്. ശരി, ഇപ്പൊ ഒരു കംപ്ലൈന്റ് ഇപ്പൊ ഇല്ല, ഇപ്പൊ എല്ലാം അടിപൊളി ബ്രോ. രക്ഷയില്ല നിങ്ങൾ കേട്ടോ, നിങ്ങളെ എത്ര അഭിനന്ദിച്ചാലും നിങ്ങളെ മതിയാകത്തില്ല. സമ്മതിച്ചു ബ്രോ. നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷം. അതെ, സന്തോഷം അത് വേറെ. 2 വർഷമായിട്ട് എടുക്കാതെ കിടന്നിട്ട് നിങ്ങൾ വെറും 15 ദിവസം കൊണ്ട് ഇത് ഇറക്കി ബ്രാൻഡ് ന്യൂ ആയിട്ട് കാണിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ റേഞ്ച് തന്നെ ബ്രോ. നമ്മൾ വേറെ ഒരുപാട് വണ്ടികൾ വർക്ക് ചെയ്യുന്നതാണ്. പക്ഷെ അതിൻ്റെ അകത്തൊക്കെ ഇപ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ, ഇപ്പോഴും നമ്മൾ എടുത്തേക്കുന്ന വണ്ടി പകുതി പോലും വർക്ക്. അത് ആരെയും കുറ്റമല്ല. ഈ പാർട്സിന്റെ അവൈലബിലിറ്റി ആണെങ്കിലും ചില സാധനങ്ങൾ നമ്മൾ തന്നെ ബിൽഡ് ചെയ്തെടുക്കണം. ചില കംപ്ലൈന്റുകൾ, ഈ വയറിംഗ് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം നമുക്ക് ഒരിക്കലും ടൈം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഇതിൻ്റെ അതിലെ കാര്യങ്ങൾ. ഇപ്പം നിങ്ങൾ എല്ലാവരും വിചാരിക്കും നമ്മൾ വണ്ടി എടുത്താൽ എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഇറക്കാത്ത. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ, ഈ നമ്മൾ എടുത്തേക്കുന്ന ഡിഫൻഡറിൻ്റെ ഒക്കെ ഓരോ പാർട്സ് ഇന്ത്യയിൽ പോലും കിട്ടത്തില്ല. നമ്മൾ വെളിയിൽ നിന്നാണ് ഓരോ കാര്യങ്ങൾ വരുത്തിക്കുന്നത്. അതിൻ്റെ അകത്ത് നിൽക്കുന്നവർക്കേ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടല്ല, ആ ഒരു വിഷമം മനസ്സിലാകത്തുള്ളൂ. കാരണം നമ്മൾ അത്ര ആഗ്രഹിച്ചൊരു വണ്ടി കയറ്റിയിട്ട് ഇത്രയും ദിവസം വർക്ക്ഷോപ്പുകാരൊന്നും കുറ്റം പറയുന്നില്ല ഞാൻ. പക്ഷേ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ നോർമൽ ഒരു വണ്ടി, ഇപ്പോൾ ഒരു സ്വിഫ്റ്റ് കയറ്റിയാൽ പോലും ഇറങ്ങാൻ 10-15 ദിവസം പിടിക്കും. ഓരോരുത്തന്മാർ ഓരോ കാര്യങ്ങൾ പറയുന്നത് എൻ്റെ കൂട്ടുകാരൊക്കെ എന്നോട് പറയുന്നതാണ്. അപ്പം നമ്മൾ എടുത്തേക്കുന്ന വണ്ടിയെല്ലാം നമ്മൾ അധികം താമസിയാതെ ഇറക്കുന്നതായിരിക്കും. അപ്പം ഇതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ബ്രോ. താങ്ക് യു. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്യാം. ഓക്കെ. ഇത് നമ്മുടെ പാപ്പി. ഇവർ 2 പേരോടാണ് ഇതിൻ്റെ പുറവിന് എന്നെ എന്നും വിളിച്ചിട്ട് ബ്രോ, എന്നെ പാപ്പിയാണെങ്കിലും നമ്മുടെ രാജേഷ് ബ്രോ ആണെങ്കിലും വിളിച്ചിട്ട് ബ്രോ ഇത്രയായി. ഞാൻ പറഞ്ഞ നമുക്ക് ഇറങ്ങൂ, 15 ദിവസത്തിനുള്ളിൽ ഇറങ്ങുമോ ബ്രോ? അത് നമ്മൾ സെറ്റാക്കി ഇറക്കിയിരിക്കുക. എന്നിട്ട് ഇടയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ബ്രോ എലി കറണ്ട് സീനായി, 15 ദിവസത്തിനുള്ളിൽ ഇറങ്ങുമെന്ന് ഞങ്ങൾക്കൊരു സംശയമുണ്ട്. ഞാനും പറയാനൊന്നുമില്ല, ഞാൻ ഓരോന്നൊക്കെ വിളിച്ചെന്ന് പറഞ്ഞു. പിന്നെ എന്തിനാ 15 ദിവസം
പാപ്പി വേറെ റേഞ്ച് കേട്ടോ. ഇതിന്റെ പുറകിന് നിന്ന് ഊണും ഉറക്കവും ഒന്നും ഇല്ലാതെ ഇതിന്റെ പുറകിന് നിന്ന് രാജേഷ് ബ്രോ ആയിട്ട് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഇറക്കി. ഇതേ നമുക്ക് പറയാനുള്ളൂ. 15 ദിവസം എന്ന് പറയുമ്പോൾ ഞാനില്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനം, നിങ്ങൾക്ക് വിശ്വാസമാണ്, പറഞ്ഞു ചെയ്തോളും, മൊത്തം കാര്യങ്ങളും ചെയ്തോളും. അത്രേ ഉള്ളൂ. അതാണ് പാപ്പി. പാപ്പി എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന് എന്നോട് പറഞ്ഞു വേണ്ട ഞാൻ വരുന്നില്ല, ഇതിന്റെ അകത്തൊന്നും ഞാനില്ല. അങ്ങനെ ഞാൻ പറയാൻ പറ്റത്തില്ല, നിങ്ങൾ എന്തോ ഇതിന്റെ ഇത്രയും കഷ്ടപ്പെട്ടോ ഇപ്പൊ വീഡിയോക്ക് അത് വന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ബ്രോ ഇനി ഒരുപാട് സന്തോഷം. നിങ്ങൾ 15 ദിവസം കൊണ്ട് ഇറക്കി, നിങ്ങളോട് ഒരുപാട് സന്തോഷം കേട്ടോ. 2 വർഷമായിട്ട് എടുക്കാറുള്ള വണ്ടിയാണ്. ഇതിന്റെ നേരത്തെ പോലെ ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഗാരേജിൽ നമ്മുടെ രാജേഷ് ബ്രോയുടെ ഗാരേജിൽ ഈ മെർക്കിൽ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. നമുക്ക് 2 ബമ്പർ അടിക്കാനുള്ള സാധനങ്ങൾ എടുക്കണം. ഇത് V6 ഡീസൽ എഞ്ചിൻ കേട്ടോ. വണ്ടി പറക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചവിട്ടി കഴിഞ്ഞാൽ വേറെ റേഞ്ചാ വണ്ടി. അനിയന്മാരൊക്കെയാണ് അവർക്ക് എവറിങ് വീഡിയോ എടുത്തതാണ്, കയ്യിൽ നിന്ന് പോയി. നമുക്ക് നമ്മുടെ താറിടിച്ച അതേ അവസ്ഥ, കയ്യിൽ നിന്ന് പോയി. ശരിക്കും പറഞ്ഞാല് നമ്മൾ ESP ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ വണ്ടി കയ്യിൽ നിൽക്കണമെങ്കിൽ അത്രയും നമുക്ക് അതിനുള്ള സ്പേസും വേണം, അതിനുള്ള കഴിവും വേണം. ഇല്ല ഈ പോയി വേറെ ലെവലാണ്. അത് നമ്മൾ ടെസ്റ്റ് അടിക്കുമ്പോൾ ബ്രോ ഓടിച്ച് നോക്കിയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യും. അതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ അത്യാവശ്യം ലാമ്പ് ഹെഡ്ലൈറ്റ്സ് എല്ലാം പോയി കേട്ടോ, നല്ല പൊട്ടലാണ്. ഇതുണ്ട്, ഇത് ഫുള്ള് ബെൻഡാണ്. ഇത് നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇതുണ്ട്, ഇത് ഇവിടെ നിന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് അറിയാം. ഈ വ്യൂ നിങ്ങൾ നോക്കിയാൽ മതി, ആ ഒരു ആംഗിളിൽ നിന്ന് നോക്കിയാൽ മതി. ഈ ഒരു വ്യൂ നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും. നമുക്കിതിൽ കിട്ടാൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ ഫോഗ് ലാമ്പിന്റെ ഒക്കെ ഗ്രില്ലുകൾ കാര്യങ്ങൾ അതൊക്കെയാണ്. അതെ നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മൾ പഴയ വണ്ടിയുടെ ഒക്കെ ചെറിയ ഈ ഡോർ ബീഡിംഗ് ഒക്കെ ആയിരിക്കും കിട്ടാൻ ബുദ്ധിമുട്ട്. വേറെ ഒന്നിന്റെ സൂട്ട് ആവത്തില്ല. നമുക്ക് ഫാബ്രിക്കേറ്റ് ചെയ്ത് വെക്കാം. തീർച്ചയായിട്ടും ചിലതൊക്കെ നമുക്ക് റീബിൽഡ് ചെയ്ത് ഉണ്ടാക്കി വെക്കുകയും ചെയ്യാം. ഇത്രയും ഭാഗം തന്നെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കേണ്ടത് ഫുൾ അകത്താണ്. അവിടെ ഉള്ളിടിച്ചങ്ങ് കയറിയായിരുന്നു. ഒരു ശരിക്കും പറഞ്ഞ ഒരു കരിങ്കല്ല് ഭിത്തി. ഇതിന്റെ സേഫ്റ്റിയും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. എന്നാ ഫോഗ് ലാമ്പിന്റെ വയറൊന്ന് ബൾബ് കറക്കിയാൽ കൂരണം. ഇപ്പൊ ഈ ഇടിയിൽ വരുന്ന പണിയെന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്രാഷ് സെൻസേഴ്സ് ഒക്കെ ഡാമേജ് ആയി കാണും. അപ്പൊ എയർ ബാഗിന്റെ വാണിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതെല്ലാം നമ്മൾ റെക്ടിഫൈ ചെയ്യണം. നമുക്ക് ചെയ്യാതെ അതിന്റെ സെൻസർ കാര്യങ്ങളെല്ലാം എല്ലാ മെഷീൻസ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് പുറത്ത് വർക്ക് ചെയ്യേണ്ട ഒറ്റ ഇതേ ഉള്ളൂ, ബോഡി പെയിന്റിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാ വർക്കും നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അതും പുള്ളി എന്നോട് പെയിന്റിങ്ങിന്റെ കാര്യമൊക്കെ കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണിച്ചു തന്ന് ഓരോരുത്തർക്കൊക്കെ ഭയങ്കര എമൗണ്ട് പറഞ്ഞ പെയിന്റിങ് കാര്യങ്ങളൊക്കെ പുള്ളി നല്ല റീസോൾഡ് റേറ്റിലാണ് ചെയ്ത് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ ഞാനിങ്ങനെ അധികം ആരെയും പ്രൊമോട്ട് ചെയ്യത്തില്ല, ജെന്യുവനായിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഞാൻ പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ. രാജേഷ് ബ്രോയെ പേഴ്സണലായിട്ട് എനിക്ക് കുറച്ചറിയാം, അജ്മൽ അലി പറഞ്ഞറിയാം, അല്ലാതെ കുറച്ച് എനിക്ക് രാജേഷ് ബ്രോയെ അറിയാം. നിങ്ങൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പുള്ളിയെ കോൺടാക്ട് ചെയ്തു. ഞാൻ മറ്റുള്ള ഗ്യാരേജുകാരെ കുറ്റം പറയുകയോ കാര്യങ്ങളൊന്നും അല്ല. അത്യാവശ്യം നല്ലൊരു മനുഷ്യനാണ്. ചില കേസിൽ ചില ആൾക്കാർ വണ്ടികൾ ഉപേക്ഷിക്കണത് ഇതുപോലെ നമ്മൾ റിപ്പയർ ചെയ്യാനുള്ള കോസ്റ്റ് കൂടുതലായി പോകുന്നു, അങ്ങനെയൊക്കെയുള്ള കാറ്റഗറിയിലാണ് ചില ആൾക്കാർ. ഇപ്പൊ ഒരു വിന്റേജ് വണ്ടി അല്ലെങ്കിൽ ഒരു പഴയ ബെൻസ് നമുക്കൊരു 3 ലക്ഷം 4 ലക്ഷം രൂപ ഒരു ബെൻസ് കിട്ടും. നമ്മളെ പോലുള്ള പയ്യന്മാർ ഇതൊരു ആഗ്രഹത്തിന്റെ പുറത്ത് വാങ്ങും. പിന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കുറെ പേര് കളഞ്ഞ് ഉപേക്ഷിക്കുന്ന ലെവൽ വരെ. മാക്സിമം സപ്പോർട്ട് ചെയ്യാം, നമ്മളെ കൊണ്ട് ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ചെയ്തു കൊടുക്കുക. രാജേഷ് ബ്രോ, നിങ്ങൾ അങ്ങനെ ഉപേക്ഷിച്ച വണ്ടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ക്യാഷിന്റെ ഷോർട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാജേഷ് ബ്രോയെ കോൺടാക്ട് ചെയ്യുക. മാക്സിമം കോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ റീപ്ലേസ് ചെയ്യാൻ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യൂല.
നമുക്ക് മാക്സിമം റിപ്പയർ ചെയ്യാൻ നോക്കാം, പറ്റില്ലെങ്കിൽ മാത്രം റീപ്ലേസ് ചെയ്യാം. അത്യാവശ്യം എന്താണെന്നറിയോ, ഞാൻ പറയാൻ കാര്യം എന്നല്ല, നല്ലൊരു വണ്ടി ഭ്രാന്തനാണ്. അതായത് ഈ വണ്ടി ഭ്രാന്തന്മാരെ ഒരു ഗാരേജ് തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് മനസാക്ഷി ഉണ്ടായിരിക്കും. ഒരു ബിസിനസ്സായിട്ട് മാത്രം കാണുന്നവരാണെങ്കിൽ ഒരിക്കലും ഞാൻ ആരെയും കുറ്റം പറയാനില്ല, അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. ഈ വണ്ടി ഭ്രാന്തായിട്ട് നിൽക്കുമ്പോൾ മറ്റുള്ളവരുടെ വികാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരെങ്ങനെയാണ് ആ വണ്ടിയെ കാണുന്നത്, എങ്ങനെയാണ് കൊണ്ടു നടക്കുന്നത് എന്നൊക്കെ ആ ഒരു വികാരം ഉണ്ടല്ലോ. അത് പൈസയുടെ ബുദ്ധിമുട്ട്, ഇങ്ങനെയൊക്കെയുള്ള വികാരം രാജേഷ് ബ്രോയിൽ ഞാനൊരു വികാരം കണ്ടു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ കോൺടാക്ട് ചെയ്തോ, പുള്ളി നിങ്ങൾക്ക് വേണ്ട രീതി എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. ബ്രോ ഇനി നമുക്ക് നമ്മളിനി ഹെഡ്ലൈറ്റ് എല്ലാം റിമൂവ് ചെയ്യാൻ പോവാം. അപ്പോൾ ഇത് കട്ട് ചെയ്തെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് നെറ്റ് ആൻഡ് ബോൾട്ട് ആണ്. എന്നാൽ ഇതിൽ കുറച്ച് പീസുകൾ നമ്മൾ കട്ട് ചെയ്ത് മാറിയിട്ട് പുതിയത് വെച്ച് നമ്മൾ വെൽഡ് ചെയ്യേണ്ടി വരും. കാര്യം ഇത്രയും ഇടിച്ച് അകത്തോട്ടായി പോയി. ഇതൊന്നും അല്ല ഇതിന്റെ മെയിൻ ഇഷ്യൂ. 1.5 കൊല്ലം കിടന്നുകൊണ്ട് നമ്മൾ തുറന്നപ്പോൾ തന്നെ അകത്ത് അകത്തുണ്ടായിരുന്നു, വലിയ എലിയുണ്ട്. അപ്പൊ ഈ എലിക്ക് മാത്രമേ അറിയാവൂ ഇത് എവിടെയാണ് കടിച്ചയക്കുന്നതെന്ന്. 100% അതിന് വേറെ ആഹാരമൊന്നുമില്ല, ഇത് ഇതിന്റെ വയർ എവിടെയെങ്കിലും കടിക്കും. പിന്നെ നമ്മുടെ ബെൻസിന്റെ പ്രത്യേകത ഈ വയറിനൊരു സ്മെല്ലുണ്ട്, ഒരു ചീസിന്റെ കണക്ക് ഒരു സ്മെല്ലുണ്ട്. അപ്പൊ അത് അബ്സോർവ് ചെയ്ത് പെട്ടെന്ന് എലി വരും, കടിക്കും. ഇത് നമ്മൾ ഇന്റീരിയർ ഫുള്ള് റിമൂവ് ചെയ്യും, ഈവൻ ഡാഷ്ബോർഡ് അടക്കം ഫുള്ള് റിമൂവ് ചെയ്ത് ഈ വയറിങ് ഫുള്ള് റിമൂവ് ചെയ്ത് നമ്മൾ റിപ്പയർ ആവണം. മാറുന്ന കാര്യം നമ്മൾ ചിന്തിക്കേണ്ട, ഭയങ്കര കോസ്റ്റ് ആവും. ഒരു വയറിംഗ് കിറ്റിന് തന്നെ 4 ലക്ഷം 5 ലക്ഷം രൂപ കോസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫുള്ളി നമ്മൾ അതേ സെയിം ഗേജുള്ള വയർ സോൾഡർ ചെയ്ത് സ്ലീവ് ചെയ്ത് പക്കയായിട്ട് നമ്മളത് സെറ്റ് ചെയ്തെടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ബാറ്ററി കണക്ട് ചെയ്യാനോ സ്റ്റാർട്ട് ചെയ്യാനോ ഉള്ള ഓപ്ഷൻ ഉള്ളൂ. നിങ്ങൾ ചുരുക്കം പറഞ്ഞാൽ ഇതിന്റെ കൂടെ 24 മണിക്കൂർ നിൽക്കണം, എന്നാൽ മാത്രമേ ഇത് 15 ദിവസം ചലഞ്ചിങ് ആണ്. 15 ദിവസം ശരി ശരി ഓക്കെ. അപ്പൊ പറഞ്ഞത് കേട്ടല്ലോ, നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഒരു ചലഞ്ചിങ് ആയിട്ട് നമ്മുടെ രാജേഷ് ബ്രോ ഏറ്റെടുത്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം. അപ്പോൾ ബാക്കി വർക്ക് കാര്യങ്ങളെല്ലാം ഇനി നിങ്ങളിതെല്ലാം ഇത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നോക്കട്ടെ അപ്ഡേഷൻസ് കാര്യങ്ങൾ ഞാൻ തരാം. അല്ലെങ്കിൽ 15 ദിവസം കൊണ്ട് ഇത് എങ്ങനെ ഇത് ക്ലീൻ ആയിട്ട് എങ്ങനെ ഇത് നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു വണ്ടിയുടെ നമ്മൾ നേരത്തെ കോലം കണ്ടല്ലോ. ഇനി നമ്മൾ കാണിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചിട്ട് പറയാം.
അപ്പം 2 വർഷത്തിന് മുമ്പാണ് നമ്മുടെ ഈ ക്ലാസ് ഒരു ആക്സിഡൻറ്റ് പറ്റി കിടപ്പായത്. പുള്ളിയാണ് ഇതിൻ്റെ ഓണർ. പുള്ളിക്കാരന് അത്യാവശ്യം നല്ല ബിസിനസ് കാര്യങ്ങളൊക്കെ തിരക്കുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ പുള്ളി അതിൻ്റെ പുറത്ത് ഇങ്ങനെ പല നാടുകളിലും നടക്കുന്നൊരു വ്യക്തിയാണ്. അപ്പം പുള്ളിക്കിത് വർക്ക് ചെയ്യാൻ 2 വർഷമായിട്ട് സമയം കിട്ടില്ല. ഒരിക്കലും നമ്മൾ പുള്ളിയെ കുറ്റം പറയുന്ന കാര്യങ്ങളൊന്നും അല്ല. നമുക്കൊരു ബിസിനസ്സുകാരുടെ തിരക്ക് എന്തുവാന്നും അല്ലെങ്കിൽ അതിന് പുറമേ നടക്കുമെന്ന കാര്യങ്ങൾ എന്തോന്നും എനിക്കറിയാം. അപ്പോൾ നമ്മൾ രാജേഷ് ബ്രോ എന്നോട് പറഞ്ഞു, ബ്രോ നമ്മുടെ ഒരു ഈ ക്ലാസ് വർക്ക് ചെയ്യാൻ വേണ്ടി കിടപ്പുണ്ട്, അതിൻ്റെ ഓണർ പുള്ളിക്കാരൻ കുറേ തിരക്ക് കാര്യങ്ങളാണ്, നിങ്ങളൊന്ന് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പുള്ളിയെ വിളിച്ചപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു, ബ്രോ നിങ്ങളെടുക്ക് വർക്ക് ചെയ്യുക, നമുക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ വണ്ടി വർക്ക് ചെയ്ത് എന്നോട് ചോദിച്ചു എത്ര ദിവസം കൊണ്ട് ഇറക്കുമെന്ന് ചോദിച്ചു. ഞാൻ രാജേഷ് ബ്രോയോട് ചോദിച്ചു. രാജേഷ് ബ്രോ പറഞ്ഞ് 15 ദിവസം. അങ്ങനെ നമ്മൾ 15 ദിവസം കൊണ്ട് വണ്ടി ഇറക്കി. വണ്ടിയിൽ നിന്ന് ഫുള്ള് വർക്ക് കഴിഞ്ഞ് വണ്ടി ഹാൻഡ് ഓവർ ചെയ്യുവാണ്. ബ്രോ കണ്ടിട്ട് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. വളരെ സന്തോഷം. പുള്ളിക്ക് ബെഞ്ച് മാത്രമല്ല കേട്ടോ, അത്യാവശ്യം നല്ലൊരു വണ്ടി പ്രാന്തനാണ്. നിങ്ങൾ ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ നോക്കിയാൽ മനസ്സിലാവും പുള്ളി അത്യാവശ്യം നല്ല ഒരു വണ്ടി പ്രാന്തൻ തന്നെയാണ്. എനിവേ നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ 15 ദിവസം കൊണ്ട് ഇറക്കാൻ പറ്റി നമുക്ക് ഒരുപാട് സന്തോഷം. കാരണം ഈ 15 ദിവസം കൊണ്ട് കിട്ടുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷ എനിക്കുമില്ലായിരുന്നു. ഞാൻ ഇങ്ങേര് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങേരോട് ചോദിച്ചപ്പോ വല്ലതും നടക്കുമോ, നാണം കെടുത്തുമോ നിങ്ങൾ എന്നെ. അപ്ഡേറ്റ് എനിക്കൊന്നും വന്നില്ല. എനിക്ക് ഈ അപ്ഡേറ്റ് എന്തെങ്കിലും വന്നിരുന്നെങ്കിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇന്ന് വണ്ടി കൊണ്ട് വരുമെന്നുള്ളത്. പക്ഷെ എനിക്ക് കറക്റ്റ് ഈ അപ്ഡേറ്റ് കിട്ടിയില്ല. പക്ഷെ ഇത് ഒരു സർപ്രൈസ് ആയിപ്പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യുക, ഈ 15 ദിവസം എന്നുള്ള ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമായിരിക്കും എന്ന് കരുതി. പക്ഷെ കറക്റ്റ് 15 ദിവസത്തിനുള്ളിൽ എനിക്കും ടെൻഷനായിരുന്നു. കാരണം 14 ദിവസമായിട്ടേ ഉള്ളൂ സത്യം പറയാൻ. അതെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ടെൻഷനായി പോയി. വണ്ടി എടുത്ത് 2ാമത്തെ ദിവസം എന്നോട് പറയുവാണ്, ബ്രോ എലി കരണ്ട് മൊത്തം വയറിങ് കിറ്റും പോയി. ഞാൻ ചോദിച്ചു, ബ്രോ ഇനി എന്ത് ചെയ്യും? അത് കുഴപ്പമില്ല, ഞാൻ കുത്തിയിരുന്ന് ചെയ്തോളാം. അതല്ല, ഞാൻ വേറെയൊക്കെ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. അതായത് കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. ഏകദേശം ഒരു 2 മാസം 3 മാസത്തോളം എടുക്കും. തീർച്ചയായിട്ടും ബ്രോ, നമുക്കറിയാമല്ലോ ഒരു വണ്ടി വർക്ക് ചെയ്യാൻ കയറ്റി എത്ര ദിവസം പിടിക്കും ഇറക്കാൻ എന്നുള്ളത്. ഞാൻ വിചാരിച്ചു ഒന്ന് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യും, ഇതിന്റെ ബാക്കിൽ ഇറങ്ങാന്ന് കരുതിയിട്ടാണ് മാറ്റിയത്. ശരി ശരി. അതിനുശേഷമാണ് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തത്. രാജേഷ് ബ്രോന്റെ അടുത്ത് ഈ വണ്ടി എത്തുന്നതും പക്ഷേ കറക്റ്റ് ഈ 15 ദിവസത്തിനുള്ളിൽ. അതെ, എനിക്ക് ഒരുപാട് സന്തോഷം. പക്ഷേ ഇത് മാത്രമല്ല, ഇനി ഉള്ള ബാക്കിയുള്ള പരിപാടികളും കൂടി നിങ്ങൾ എന്ത് ചെയ്യും? അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഇതൊരു ബിൽഡ് ആക്കാൻ വേണ്ടി പോവാം. അതായത് വേറെ റേഞ്ച് എന്തോന്നൊന്നും പറയുന്നില്ല, വണ്ടി വേറൊരു റേഞ്ചിലായിരിക്കും ഇനി ഇറക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അപ്ഡേഷൻസിനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. കാരണം ഇതിന് ഇറങ്ങാൻ പോകുന്നത് ഈ കളറോ അല്ല, ഞാൻ പറയുന്നില്ല, പറയത്തില്ല. അല്ല, അത് അവർക്ക് വിട്ടുകൊടുത്തേ. അതെ 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 അതെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞു, ഇതിനൊരു ഒരു ബിൽഡ് എങ്ങനെയാണെന്ന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു, നമുക്ക് നോക്കാം. അത്യാവശ്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സജഷനും കൂടെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം, ഇല്ലേ? കുറച്ച് സമയം അവർക്ക് കൂടെ കൊടുക്കാം. സമയം അവർക്ക് കൊടുത്ത് അവരെ ബാക്കിയുള്ള അഭിപ്രായങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ബാക്കിയുള്ള നമ്മൾ വർക്ക് എല്ലാം കഴിഞ്ഞ് നമ്മുടെ നിസാം ബ്രോയ്ക്ക്, പുള്ളി ഇതിൻ്റെ ഓണർ നിസാം ബ്രോയ്ക്ക് നമ്മൾ കീ ഹാൻഡ് ഓവർ ചെയ്യുവാണ്. രാജേഷ് ബ്രോ ആയിരിക്കും കൊടുക്കുന്നത്. ശരി ശരി, ഓക്കെ ബ്രോ. ഐശ്വര്യമായിട്ട് ഇൻഷാല്ലാ എല്ലാം നന്നായിട്ട് വരട്ടെ. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ അടുത്ത വീഡിയോ നല്ല സെറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.